അത് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളെ പറ്റില്ല. എന്താ കാരണം? നിങ്ങളെന്ന് ചങ്ങായിമാരെ ഒരു വിജ്ഞാനം ഞങ്ങൾക്ക് സ്വീകരിക്കാനില്ല. ഞങ്ങളേക്കൊന്നും കിട്ടാല്ല. ആയിക്കോട്ടെ, നിങ്ങളേക്ക് ഞാൻ കുറച്ച് തരുമോ? ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. കാരണം എന്താ? ഞങ്ങൾ തോന്നില്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല. കാരണം ഞങ്ങൾ തോന്നില്ല. നിങ്ങൾക്ക് കുറേ ഉണ്ടല്ലോ. ഞങ്ങൾ ചോദ്യം ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. തയ്യാറുണ്ടോ? സഹോദരൻ, ഇത് സംവാദമല്ല. നമ്മളന്ന് പറഞ്ഞു, മാന്യമായിരുന്ന് വളരെ ശാന്തമായി ഇരുന്നു കൊണ്ടുള്ള ചർച്ച പറഞ്ഞത്, സംവാദം പോലല്ല. അപ്പോഴേക്കും ഇങ്ങനെ ബേജാറായാലോ? നമ്മളിതൊന്നും പഠിക്കാനില്ല. ആയിക്കോട്ടെ, പഠിക്കണ്ടെന്ന് നിങ്ങളിങ്ങനെ പഠിപ്പിച്ചാൽ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. തയ്യാറുണ്ടെങ്കിൽ അറിയിക്ക്. അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കണ്ടുപിടുത്തം എന്താ? അത് ഈ ഖണ്ഡനം നിർത്താനുള്ള പണിയാണ്. അപ്പം സംഭവം എന്താ വെച്ചാൽ, ആ പരിപാടി എങ്ങനെയെങ്കിലും നിന്ന് കിട്ടണം. അത് തുടർന്ന് പോകുന്നിടത്തോളം അവർക്ക് കാൽച്ചുവട്ടിൽ നിന്ന് മണൽ കൊഴിഞ്ഞു പോകും എന്നവർ വിചാരിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് നിർത്താനുള്ള വഴി എന്താ? മറ്റൊരു സംഗതി, ഇപ്പോൾ ഒരു വൈജ്ഞാനിക ചർച്ചാന്ന് പേരിട്ടാലും സംവാദം പേരിട്ടാലും എന്താവട്ടെ, അങ്ങനെ ഒരു സംഗതി നടന്നാൽ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോയാൽ ഈ പരിപാടി പിന്മാറും. ചോദിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഇനി വൈജ്ഞാനിക ചർച്ചൻ്റെ പേരിൽ നിങ്ങൾ ഗണ്ണം നിർത്തി പോകരുത്. എന്നിട്ടാണ് നിങ്ങൾ ആരോപിക്കുന്നത് ഇത് നിർത്താനാണ്. ഇത് രണ്ടും ഒപ്പം കൊണ്ടാണെന്നാ നമ്മൾ അന്നും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞത്. ഇത് നിൽക്കാൻ പറ്റൂല. ഇതങ്ങനെ മുന്നോട്ട് പോട്ടെ. ഇത് നമ്മൾ പൈസ പിരിച്ചിട്ടായാലും വേണ്ടില്ല, എങ്ങനെയും വേണ്ടില്ല, ഇത് ഇൻഷാല്ലാഹ് നടത്തും. ഇത് എത്ര തവണയും ഇൻഷാല്ലാഹ് മുന്നോട്ട് പോകും. ഇനി പരപ്പനങ്ങാടി എന്തെങ്കിലും നിയമപ്രശ്നം വന്നോ, കുറച്ച് അപ്പുറത്തേക്ക് മാറ്റാം. ഇനി അവിടെ നിയമപ്രശ്നം എവിടെയാണ് പറ്റുക അവിടെ നടത്താം. ഇല്ലെങ്കിൽ ഓൺലൈൻ കാലല്ലേ, എവിടെയാലും മതിയാ. ഇത് കുറച്ച് നടക്കട്ടെ. ഒരുപാട് വിഷയം ഇതിലൂടെ പഠിക്കാനുണ്ട്. ഇത് ഒരു വെടിക്ക് 2-3 പക്ഷി ഒപ്പം കിട്ടുന്ന പരിപാടിയാണ്. ഇത് കൊള്ളൽ മർക്കസിന് മാത്രമൊന്നുമല്ല, എല്ലാ സർക്കസിലേക്കും കൊള്ളും.